പത്തനംതിട്ട തിരുവല്ലയിൽ റോഡിന് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികൻ മരിച്ചു. ആലപ്പുഴ തകഴി സ്വദേശി സയ്യിദാണ് മരിച്ചത്. മരം മുറിക്കുന്നതിനായാണ് റോഡിന് കുറുകെ കയർ വലിച്ചു കെട്ടിയത്. ഭാര്യയ്ക്കും 2 മക്കൾക്കുമൊപ്പം യാത്ര ചെയ്യവെയാണ് അപകടം. കരാറുകാരനും മരം വെട്ട് തൊഴിലാളികൾക്കുമെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സേഫ് സൈനുദ്ദീൻ വിവരങ്ങൾ നൽകും. സേഫ്, അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. റോഡിന് കുറുകെ കെട്ടിയ കയർ കുരുങ്ങിയാണ് ബൈക്ക് യാത്രികൻ മരിച്ചിരിക്കുന്നത്. കൂടെ കുടുംബവും ഉണ്ടായിരുന്നു. അവർക്ക് പരിക്കുണ്ടോ? ഇതിലിപ്പോൾ തുടർ നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ പോലീസ്? ദിവ്യ, തുടർ നടപടികളെ സംബന്ധിച്ച് പോലീസിനോട് ചോദിക്കുമ്പോൾ ഈ കരാറുകാരനും അതുപോലെ തന്നെ മരംവെട്ട് തൊഴിലാളിക്കുമെതിരെ കേസെടുക്കുമെന്നാണ് പറയുന്നത്. അവർ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. മറ്റു 3 പേർക്കും അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും 2 മക്കൾക്കും കാര്യമായ പരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ദാരുണമായ സംഭവമായി നമുക്ക് കാണാൻ കഴിയുന്ന ആലപ്പുഴ തകഴി സ്വദേശിയായ സെയ്ദ് 32 വയസ്സുള്ള സെയ്ദ് മരണപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് സുരക്ഷാ വീഴ്ചയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് അവിടെ പോലീസ് പറയുന്നത്. മരം മുറിക്കുന്നതിനായി റോഡിന് കുറുകെ വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു കയർ വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു. അവർ ആലപ്പുഴയിൽ നിന്ന് തിരുവല്ലയിലേക്ക് വരികയായിരുന്നു, കുടുംബവുമായി വരികയായിരുന്നു. ഇത് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റ് 3 പേർക്കും, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും 2 മക്കൾക്കും ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. സാധാരണഗതിയിൽ റോഡിന് കുറുകെ ഇങ്ങനെ ഇപ്പോൾ ഷിനു ഈപ്പൻ അപകടം നടന്ന വാർഡ് കൗൺസിലറാണ്. അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഷിനു ഈപ്പൻ, ഇങ്ങനെ ഒരു റോഡിന് സമീപത്തുള്ള മരം മുറിക്കുമ്പോൾ അത് അവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമല്ലേ? അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ലേ? അതെ, അനിവാര്യം തന്നെയായിരുന്നു. നഗരസഭ അദ്ദേഹത്തോട് കോൺട്രാക്ടറോട് കൃത്യമായി അത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ഇതിൽ അദ്ദേഹം അത് കൃത്യമായി ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം പല കൂടി പ്രശ്നമുള്ള മരങ്ങളെല്ലാം ഇദ്ദേഹമാണ് വെട്ടുന്നത്. അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളെല്ലാം അറിയാവുന്ന ആളാണ്. അദ്ദേഹം എന്നെ രാവിലെ വന്ന് വിളിച്ചിട്ട് പല പ്രാവശ്യം ഈ മരം വെട്ട് മാറ്റി വെച്ചതാ. ACB ഇത് ലൈൻ കൊടുക്കാത്തത് കൊണ്ട്, ലൈൻ ഓഫ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട്. കാരണം ഇരുവൻകേരി ഓഫ് ചെയ്യുന്ന പ്രശ്നമാണ്. അപ്പോൾ ഷിനു, വോയിസിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഷിനു, ഒരു കാര്യം കൂടി, അപ്പോൾ ഇത് പൂർണ്ണമായും കരാറുകാരന്റെ വീഴ്ചയാണെന്നാണോ താങ്കൾ പറയുന്നത്? അത് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എല്ലാ നടപടികളെല്ലാം പാലിച്ചിട്ടില്ല ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ ഞാൻ ചെന്നപ്പം രാവിലെ ഇദ്ദേഹം വന്ന് പറഞ്ഞു ഞങ്ങൾ വെട്ടാൻ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പം ഞങ്ങൾ അതിലെ ചോദിക്കട്ടെ, ഞങ്ങള് ഇതിന്റെ കരാർ കൊടുത്തു, നഗരസഭ ഇവർക്ക് കരാർ കൊടുത്തിട്ടുണ്ട്. ആ കരാറുകാരനാണ് ഇത് ചെയ്യേണ്ടത്. യെസ്, ശരി. ഷിനു ഈപ്പനാണ് വിവരങ്ങൾ നൽകിയത്. അദ്ദേഹം അപകടം നടന്ന വാർഡ് കൗൺസിലറാണ്. അദ്ദേഹം പറയുന്നു ഈ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം അനിവാര്യമാണ്, പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. സെയ്ഫിലേക്ക് ഒരിക്കൽ കൂടി. സെയ്ഫ്, ഇപ്പോൾ സെയ്ദ് ഇപ്പോൾ അതുവഴി കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു കയർ ശ്രദ്ധയിൽപ്പെട്ടില്ല, അതാണോ അപകടത്തിന് കാരണമായത്? സാധാരണഗതിയിൽ ദിവ്യ, നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നാണ് ബൈക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാതെ ഒരു കയർ കെട്ടിയിരുന്നാൽ, ഒരു വടമാണ് കെട്ടിയിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കെട്ടിയിരുന്നാൽ നമുക്ക് കാണാൻ കഴിയാതെ അതിനകത്ത് കുരുങ്ങി മരിച്ചു പോവുക എന്നുള്ളത്, അത് കേരളത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ അത് വളരെ ദാരുണമായ സംഭവമാണ്. ഒരു കുടുംബവുമായിട്ട്, ഒരു 4 പേരടങ്ങുന്ന ഒരു കുടുംബം യാത്ര ചെയ്യുന്നു. അത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു റോഡിന്റെ കുറുകെ കെട്ടിയിരിക്കുന്ന ഒരു വടം കഴുത്തിൽ ചുറ്റുന്നു. അങ്ങനെ അദ്ദേഹം ഒരു കുടുംബത്തിന്റെ നാഥനായിട്ടുള്ള, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള അയാൾ മരണപ്പെടുന്നു. ഇതിനകത്ത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അങ്ങനെ റോഡിന്റെ കുറുകെ ഒരു വടം കെട്ടുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ വടം കെട്ടിയിട്ടുണ്ട് എന്ന് വരുന്ന യാത്രക്കാരെ അറിയിക്കാൻ വേണ്ടി 2 പേർ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കാതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്, നാട്ടുകാരടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും ഇതിനകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് അതിനകത്ത് ചില വാദങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് അധികം തിരക്കില്ല എന്ന് കരുതിയിട്ടാണ് അത് റോഡിന് കുറുകെ കെട്ടി അത് മുറിക്കാൻ വേണ്ടി തീരുമാനിച്ചതെന്ന് പറയുന്നു. ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിൽ അങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് വാഹനമില്ല എന്ന് അവർ എങ്ങനെയാണ് കരുതുന്നത് എന്നുള്ള അടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് പോലീസ് എന്ത് തുടർ നടപടി സ്വീകരിക്കുക എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ്. പ്രദേശവാസിയ സന്തോഷ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സന്തോഷ്, ഈ അപകടം നടക്കുന്ന സമയത്ത് താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ? സന്തോഷ്, കേൾക്കാമോ? യെസ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവം തന്നെയാണ് ആലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത്.
തിരുവല്ലയിൽ പത്തനംതിട്ടയിൽ സംഭവിച്ചിരിക്കുന്നത്. പത്തനംതിട്ട തിരുവല്ലയിലാണ് റോഡിന് കുറുകെ കിട്ടിയ കയറ് കഴുത്തിൽ കുരുങ്ങിയ ഒരു ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശിയായ തകഴി സ്വദേശിയായ സെയ്ദാണ് മരിച്ചത്. മരം മുറിക്കുന്നതിനായി റോഡിന് കുറുകെ ഒരു കയർ വലിച്ചു കെട്ടിയിരുന്നു. ബൈക്കിൽ പോകുന്ന സമയത്ത് അത് ശ്രദ്ധയിൽപ്പെട്ടില്ല. ആ കയറ് കഴുത്തിൽ കുരുങ്ങിയാണ് മരണമുണ്ടായിരിക്കുന്നത്. ഭാര്യയ്ക്കും 2 മക്കൾക്കുമൊപ്പമായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. കരാറുകാരനും മരംവെട്ട് തൊഴിലാളികൾക്കുമെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.